ഈ ചെടിയെ അറിയുമോ? നിങ്ങളുടെ പൂന്തോട്ടത്തിലും മുറ്റത്തും പറമ്പിലുമെല്ലാം ഇതുണ്ടാവും. ഇത് നിലം ചേർന്ന് ഒന്നായി പുതഞ്ഞാണ് ഉണ്ടാവുക. നിലം കാണാത്ത പോലെ ഇതിൻ്റെ ഇലകളും പൂക്കളും നിറഞ്ഞു നിൽക്കും. ഇത് തനിയെ ഉണ്ടാകുന്ന ചെടിയാണ്. ഈ ചെടിക്ക് വരണ്ട മണ്ണാണ് ഏറ്റവും ഇഷ്ടം. നനച്ചുണ്ടാക്കിയാൽ അത്ര ആരോഗ്യപരമായി കാണാറില്ല. വരണ്ട മണ്ണിൽ ഇത് നല്ലപോലെ തഴച്ച് നിലം ചേർന്ന് പരന്നങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ ഉപയോഗം കൂടി പറഞ്ഞു തരാം. ഇത് കാര്യമായി ഉപയോഗിക്കുന്നത് പച്ചമുറിവുകൾക്കാണ്. പച്ചമുറിവുകൾ എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന മുറിവുകൾ. കത്തിയോ കത്രികയോ കൂർത്ത എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ തകിടോ ഒക്കെ പറ്റിയുണ്ടാകുന്ന മുറിവുകളില്ലേ, അവ നല്ലപോലെ കഴുകി ഡെറ്റോളോ അല്ലെങ്കിൽ സോപ്പോ ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിൻ്റെ ഇലകൾ കഴുകി വൃത്തിയാക്കി തുടച്ച് അത് ഒന്നുകിൽ വായിലിട്ട് ചതച്ചോ അല്ലെങ്കിൽ അമ്മിയിൽ ഇട്ട്, മുളകില്ലാത്ത അമ്മിയിലിട്ട്, എരിവില്ലാത്ത അമ്മിയിലിട്ട് ചതച്ച് ഈ മുറിവിനെ പൊതിഞ്ഞ് കെട്ടുക. ഒന്നുകിൽ തുണി കൊണ്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ കൊണ്ടോ വല്ലാതെ മുറുക്കാതെ പൊതിഞ്ഞ് കെട്ടുക. ഒരു 12 മണിക്കൂർ വരെ ഇതിനെ നനയ്ക്കരുത്. 12 മണിക്കൂർ ആകുമ്പോഴേക്ക് തന്നെ ഇതിൻ്റെ ഉള്ളിലെ മുറിവുകൾ ഇത് വലിച്ച് ഒന്നാക്കിയിരിക്കും. 24 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കെട്ട് ഒഴിവാക്കി ഇവിടെ നനയ്ക്കുന്നതിനും ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇത് ആ മുറിവിനെ മുഴുവനായി ഒന്നാക്കിയ ശേഷമേ അവിടുന്ന് കൊഴിഞ്ഞു പോവുകയുള്ളൂ. മുറികൂടി അല്ലെങ്കിൽ മുറിയൊട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ സസ്യം നിങ്ങൾക്കറിയുമെങ്കിൽ ഇതിനെ ശ്രദ്ധിക്കുക, നട്ടുവളർത്താൻ പരിപാലിക്കാൻ ശ്രമിക്കുക. പൂന്തോട്ടത്തിൽ ഉണ്ടാവട്ടെ ഇത്രയും നല്ല ഒരു ഔഷധവും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ ചേരുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഷിത് വ്ലോഗ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അഷിത് വ്ലോഗിനോട് ഒപ്പം ചേരുക. അഷിത് വ്ലോഗ്.